മുല്ലപ്പെരിയാർ ഡാമിലെ മരം മുറിക്കാനുള്ള ഉത്തരവ് മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഉണ്ടായത് അസാധാരണമായ നടപടികൾ. വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വനമന്ത്രി. മുല്ലപ്പെരിയാർ മരം മുറിക്കൽ ആയുധമാക്കി പ്രതിപക്ഷം. മരം മുറിക്കലിന് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി തടി തപ്പാൻ നീക്കമെന്ന് BJP. സർക്കാർ നടപടികൾ സുപ്രീം കോടതി വിധി അനുസരിച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് ജസ്റ്റിസ് KT തോമസ്. അണക്കെട്ട് 3 തവണ ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിലെ ഡാമിന് പുതിയ ഡാമിന് തുല്യം ബലമുണ്ടെന്നും ജസ്റ്റിസ് KT തോമസ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും താൽപര്യം സംരക്ഷിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെതിരെ MG സർവകലാശാലയിൽ സമരം തുടരുന്ന ഗവേഷക. ജാതി അധിക്ഷേപ പരാതി അട്ടിമറിച്ചത് മന്ത്രി ഇടപെട്ടെന്ന ആരോപണം. അധ്യാപകനായ നന്ദകുമാറിനെ സംരക്ഷിക്കുന്നത് ഡോക്ടർ R ബിന്ദുവിന്റെ പിന്തുണയോടെയെന്നും വിദ്യാർത്ഥിനി. മിനിറ്റുകൾക്കകം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് ഗവർണർ. തന്നെ കേൾക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന് ഗവേഷണ വിദ്യാർത്ഥിനി. പാർട്ടിയുടെ അച്ചടക്ക നടപടിയിൽ പ്രതികരിക്കാനില്ലെന്ന് CPIM നേതാവ് G സുധാകരൻ. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം G സുധാകരൻ ആലപ്പുഴയിലെ വീട്ടിലെത്തി. CPIMന്റെ പരസ്യശാസന തീരുമാനം അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിൽ G സുധാകരനെ അനുകൂലിച്ച് വെള്ളാപ്പള്ളി നടേശൻ. LDFിലെ ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിന് പിന്നാലെ INL തർക്കം. ന്യൂനപക്ഷ കോർപ്പറേഷൻ സ്ഥാനം കേരള കോൺഗ്രസിന് വിട്ടു നൽകിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്ന വാദമുയർത്തി ഒരു ഭാഗം. തർക്കം മാധ്യമ സൃഷ്ടിയെന്നും വിലപേശലില്ലെന്നും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായി കോൺഗ്രസിലെ വിമത നേതാക്കൾ. G23 നേതാക്കൾക്കിടയിൽ നിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് സൂചന. വിവിധ സംസ്ഥാനങ്ങളിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി വിമതർ ചർച്ച തുടങ്ങി. ഇന്ധന നികുതി കുറയ്ക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. നികുതി കുറയ്ക്കാൻ നിർബന്ധിക്കരുതെന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ. വികസന ക്ഷേമ പദ്ധതികളെ ബാധിക്കുമെന്ന് ന്യായം. നിലപാട് സോണിയാഗാന്ധി അറിയിച്ചു. സംസ്ഥാനത്ത് നാളെ കോൺഗ്രസിന്റെ ചക്രസ്തംഭന സമരം. പെട്രോളിനും ഡീസലിനും പുറമെ രാജ്യത്തെ പാചകവാതകത്തിന്റെ വിലയിലും കുറവ് വരുത്തിയേക്കും. 20 മുതൽ 50 രൂപ വരെ പാചകവാതകത്തിന്റെ വില കുറയുമെന്ന് സൂചന. കമ്പനികൾക്ക് ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ വിലയിൽ കുറവ് വരുത്താൻ നീക്കം. പെട്രോളിയം മന്ത്രാലയം നടപടികൾ തുടങ്ങി. BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് തുടക്കം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ യോഗത്തിൽ. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ട. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ തൃശൂരിൽ നിന്ന് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നു. മറ്റ് പാർട്ടികൾ വിട്ടെത്തിയവർക്ക് അമിത പ്രാധാന്യം നൽകിയത് പശ്ചിമ ബംഗാളിൽ തിരിച്ചടിയായെന്ന് BJP വിലയിരുത്തൽ. സംഘടനാപരമായി വീഴ്ച വന്നെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് ദുലീപ് ഘോഷ്. സംസ്ഥാനത്ത് പുനഃസംഘടന ഉടൻ. ചർച്ചകൾ തുടങ്ങി. ചെന്നൈയിൽ ശക്തമായ മഴ. നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്. പരമാവധി സംഭരണശേഷി എത്തിയതിനെ തുടർന്ന് പുഴൽ ചെമ്പരംപാക്കം അണക്കെട്ടുകളുടെ ഷട്ടർ തുറന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ചൊവ്വയും ബുധനും 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ശ്രീനഗർ വിമാനത്താവളം മേജർ എയർപോർട്ടാക്കി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ശ്രീനഗറിൽ നിന്ന് നേരിട്ട് അന്തർദേശീയ വിമാന സർവീസുകൾ ആരംഭിക്കും. ശ്രീനഗറിൽ നിന്ന് ഷാർജയിലേക്ക് വിമാന സർവീസുകൾ ആരംഭിച്ചത് കഴിഞ്ഞയാഴ്ച. നീക്കം പാക് നിലപാടിന് തിരിച്ചടി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ആരോപണ വിധേയമായ സ്ഥാപനത്തിന്റെ വിലക്ക് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. ഫിൻമെക്കാനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് 3600 കോടിയുടെ ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട്. സ്ഥാപനത്തിനെതിരെയുള്ള CBI ED അന്വേഷണം തുടരും. ഡൽഹിക്ക് പിന്നാലെ മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അന്തരീക്ഷ മലിനീകരണം രൂക്ഷം. വായു ഗുണനിലവാര സൂചിക അതീവ മോശം അവസ്ഥയിൽ. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഡൽഹിക്ക് സമാനമായ പുകമഞ്ഞ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡ്.
രാജ്യത്ത് 24 മണിക്കൂറിനിടെ 10,853 പേർക്ക് കൂടി കോവിഡ് രേഖപ്പെടുത്തിയത്. 260 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കണക്ക്. 12,432 പേർക്ക് രോഗമുക്തി. ഇറാഖ് പ്രധാനമന്ത്രിക്ക് നേരെ വധശ്രമം. ബാഗ്ദാദിലെ വസതിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. ഭീകരാക്രമണം, തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി ഇറാഖിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിരിക്കെ നടൻ ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. ഒത്തുതീർപ്പ് സാധ്യത മങ്ങിയതോടെ അറസ്റ്റിന് വഴങ്ങാതെ നേതാക്കൾ. പ്രതികൾ ഒളിവിലെന്ന് പോലീസ്. നിഷേധിച്ച് കോൺഗ്രസ്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ UAPA ചുമത്തിയതിൽ ത്രിപുര സർക്കാരിനെതിരെ CPIM. വസ്തുതാന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്കും വർഗീയ കലാപത്തിനെതിരെ സംസാരിക്കുന്നവർക്കുമെതിരെ UAPA ചുമത്തിയെന്ന വിമർശനം. വർഗീയ കലാപങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമ പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തിയത് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ. ത്രിപുര സർക്കാർ UAPA ചുമത്തി കേസെടുത്തത് 102 പേർക്കെതിരെ. മണ്ണുത്തി കാർഷിക സർവകലാശാല ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ കൊഴിഞ്ഞാമ്പാറ സ്വദേശി മഹേഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് സംശയം. ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് SFI. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് വീണ്ടും ED കസ്റ്റഡിയിൽ. ഈ മാസം 12 വരെ ED കസ്റ്റഡിയിൽ തുടരും. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള PMLA കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി. വൈരാഗ്യ ബുദ്ധിയോടെ തന്നോട് പെരുമാറിയെന്ന K. സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. K. സുധാകരനെ വിമർശിച്ചിട്ടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുനഃസംഘടന നടത്തുന്നത് അധാർമികം. തന്റെ മൗനം വാചാലമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മാവോയിസ്റ്റ് നേതാവ് രാഘവേന്ദ്ര കണ്ണൂരിൽ പിടിയിൽ. NIA അറസ്റ്റ് രേഖപ്പെടുത്തി. മലപ്പുറം എടക്കര പോലീസ് സ്റ്റേഷനിൽ 2017 രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. നിലമ്പൂർ കാട്ടിൽ ആയുധ പരിശീലനം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായതെന്ന് പോലീസ്. പത്തനംതിട്ടയിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. 13 വയസ്സുകാരി നിരന്തര പീഡനത്തിന് ഇരയായെന്ന് പോലീസ്. പ്രതി കസ്റ്റഡിയിൽ. കുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. പാലക്കാട് അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള തർക്കത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശ് സരൺപൂർ സ്വദേശി വസീമാണ് കൊല്ലപ്പെട്ടത്. ബന്ധു വാജിദാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ആത്മഹത്യക്ക് ശ്രമിച്ച വാജിദ് അടക്കം 3 പേർക്ക് പരുക്ക്. ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ പാക് നാവികസേനയുടെ വെടിവെപ്പ്. ഒരു മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഒരാൾക്ക് പരുക്ക്. ദേശീയവാർത്ത. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദിനെ കുറ്റമുക്തനാക്കി ലാഹോർ ഹൈക്കോടതി. 6 പേരെ കുറ്റമുക്തനാക്കിയത് ഭീകരവാദ ധനസഹായ കേസിൽ. 9 വർഷം തടവ് പ്രഖ്യാപിച്ച വിചാരണ കോടതി ഉത്തരവിന് സ്റ്റേ. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി NCP നേതാവ് നവാബ് മാലിക്. കപ്പലിലേക്ക് ആരിൻ ഖാനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് നവാബ് മാലിക്. മോചനദ്രവ്യം ആവശ്യപ്പെട്ടുള്ള തട്ടിക്കൊണ്ടുപോകലിൽ സമീർ വാങ്കഡയ്ക്കും പങ്കെന്ന് ആരോപണം. നവാബ് മാലിക്കിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് സമീർ വാങ്കഡയുടെ പിതാവ് ജ്ഞാനദേവ് വാങ്കഡെ. പരാതി ആരിൻ ഖാനെ തട്ടിക്കൊണ്ടുപോയതിൽ സമീർ വാങ്കഡയ്ക്കും പങ്കുണ്ടെന്ന നവാബ് മാലിക്കിന്റെ പരാമർശത്തിന് പിന്നാലെ മുംബൈ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. യമുന നദിയിൽ അമോണിയയുടെ അളവ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട്. അളവ് സ്വീകാര്യമായ പരിധിയായ 0.5 ppm കടന്നു. അമോണിയയുടെ വർധനയെ തുടർന്ന് ഡൽഹിയിൽ ജലവിതരണം തടസ്സപ്പെട്ടു. രാജ്യത്ത് കോവിഡ് ബൂസ്റ്റർ വാക്സിൻ പ്രോഗ്രാം ആരംഭിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് പശ്ചിമ ബംഗാളിലെ ഡോക്ടേഴ്സ് സംഘടന കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് കത്തയച്ചു. വാക്സിൻ ഫലപ്രാപ്തി നിലനിർത്തുന്നതിലൂടെ രോഗവ്യാപനം തടയാനുള്ള ഫലപ്രദമായ നടപടി ബൂസ്റ്റർ ഷോട്ടായിരിക്കുമെന്നും സംഘടന. പഞ്ചാബ് സർക്കാർ ഇന്ധനവില കുറച്ചു. പെട്രോളിന് 10 രൂപയും ഡീസലിന് 5 രൂപയുമാണ് കുറച്ചത്. പുതുക്കിയ വില ഇന്ന് രാത്രി മുതൽ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. ഉത്തർപ്രദേശിൽ സിക്ക വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജാഗ്രത ശക്തമാക്കി തലസ്ഥാനവും. ഡൽഹിയിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. പ്രതിരോധ നടപടികളുടെ ഭാഗമായി കൊതുക് നശീകരണം ഉറപ്പാക്കണമെന്നും ഉപമുഖ്യമന്ത്രി. ഇന്ത്യ പാക് അതിർത്തിയിൽ രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനൊരുങ്ങി പഞ്ചാബ് പോലീസ്. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കള്ളക്കടത്ത് തടയുക ലക്ഷ്യം. നിരീക്ഷണം രാത്രി 9 മുതൽ പുലർച്ചെ 4 വരെ.
ഡൽഹിയിൽ അടുത്ത 6 മാസത്തേക്ക് കൂടി സൗജന്യ റേഷൻ പദ്ധതി തുടരും. തീരുമാനം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. കെജ്രിവാളിന്റെ പ്രതികരണം: റേഷൻ വിതരണം നവംബർ 30 ശേഷം തുടരില്ലെന്ന കേന്ദ്രത്തിന്റെ പ്രസ്താവന. ഡൽഹി ഗൗതം ബുദ്ധ നഗറിൽ നിയമം ലംഘിച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 140 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നവംബർ 3 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിലെ കണക്കനുസരിച്ചാണ് കേസ്. സുപ്രീം കോടതിയുടെയും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെയും ഉത്തരവുകൾ മറികടന്ന് പടക്കം പൊട്ടിച്ചതിനാണ് നടപടി. പ്രതിരോധ മേഖലയിൽ ഫ്രാൻസ് ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാകും. അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണ. സുപ്രധാന തീരുമാനം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുമായും പ്രതിരോധ മന്ത്രിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ചർച്ച. അയോധ്യയിൽ ആളില്ലാ ക്രോസിംഗിൽ ബൈക്കിൽ ട്രെയിനിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മരിച്ചവരിൽ 2 പേർ കുട്ടികൾ. അപകടം ദുർഗാപൂർ രാംപൂർവ റെയിൽവേ ക്രോസിൽ. IRCTCയുടെ രാമായണ സർക്യൂട്ട് സർവീസ് ഇന്നു മുതൽ. ആദ്യ ട്രെയിൻ ഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. IRCTC ഒരുക്കുന്നത് അയോധ്യ, സീതാമർഹി, ചിത്രകൂട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയുള്ള 17 ദിവസത്തെ യാത്ര. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടക്കുന്ന തൊഴിൽ രഹിതരുടെ സമരം 24ാം ദിവസത്തിലേക്ക്. രക്തസാക്ഷി സ്മാരകത്തിൽ ഭായ് ദൂജ് ഉത്സവം ആഘോഷിച്ച് പ്രതിഷേധക്കാർ. സർക്കാരിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് രാജസ്ഥാൻ അൺഎംപ്ലോയ്മെന്റ് യൂണിഫൈഡ് ഫെഡറേഷൻ. ഗുജറാത്ത് ഖേഡ ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തീപിടുത്തം. 25ലധികം വാഹനങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അന്താരാഷ്ട്ര വാർത്തകൾ. നൈജീരിയയിൽ ബഹുനില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 42. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നത് കഴിഞ്ഞ ആഴ്ച. വടക്കൻ ചൈനയിൽ കനത്ത മഞ്ഞുവീഴ്ച. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശം. ശ്രീലങ്കയിൽ പുതിയ കോൺസുലേറ്റ് തുറന്നു തുർക്കി. സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ശ്രീലങ്കയുമായി സഹകരണം പുലർത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി. ന്യൂസിലാൻഡിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് റിപ്പോർട്ടുകൾ. കുട്ടികൾക്ക് കോവാക്സിൻ നൽകുന്നതിന് അനുമതി തേടി ഭാരത് ബയോടെക്കിന്റെ US പങ്കാളിത്ത കമ്പനി. ഇന്ത്യയിൽ 2-നും 18-നും ഇടയിൽ പ്രായമുള്ളവരിൽ മരുന്ന് ഫലപ്രദമെന്ന് കമ്പനി അധികൃതർ. ലോകാരോഗ്യ സംഘടന കോവാക്സിന് അംഗീകാരം നൽകിയിരുന്നു. ലിബിയ വിദേശകാര്യമന്ത്രി നജ്ല അൽ മങ്കൂഷിനെ ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നടപടി പ്രസിഡൻഷ്യൽ കൗൺസിലിന്റേത്. സസ്പെൻഷൻ ഭരണലംഘനം ആരോപിച്ച്. തെക്കൻ ജർമ്മനിയിൽ ട്രെയിനിലുണ്ടായ കത്തിയാക്രമണത്തിൽ 3 യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. ആക്രമണം ബവേറിയ സംസ്ഥാനത്തെ നോയ്മാർക്കാറ്റ് റെയിൽവേ സ്റ്റേഷന് സമീപം. അക്രമി പിടിയിൽ. വാക്സിൻ എടുക്കാത്തവർക്ക് നിയന്ത്രണവുമായി ഓസ്ട്രേലിയ. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, സലൂണുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനത്തിന് അനുമതിയില്ല. നടപടി കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സിയോറ ലിയോണിൽ ടാങ്കർ ലോറിയിൽ നിന്ന് തീ പടർന്നുണ്ടായ അപകടത്തിൽ മരണം 108. തീ പടർന്നത് അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് പെട്രോൾ ശേഖരിക്കുമ്പോൾ. അപകടമുണ്ടായത് ഇന്നലെ. കാലാവസ്ഥ ഉച്ചകോടിക്കെതിരെ പ്രതിഷേധം ശക്തം. 2 ദിവസമായി നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് 10,000. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ലോക നേതാക്കൾ കാട്ടുന്ന വ്യഗ്രത നാട്യമെന്ന് പ്രക്ഷോഭകർ. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ബൈക്കിനും സ്കൂട്ടറിനും തീയിട്ടു. കത്തിനശിച്ചത് ചാവറോഡ് AR മൻസിലിൽ റഹിയാമിന്റെ വാഹനങ്ങൾ. പോലീസിൽ പരാതി നൽകി. പുനലൂർ KSEB ഓഫീസിന് മുന്നിൽ KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ ധർണ. ഉദ്ഘാടനം നിർവഹിച്ച് CITU കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സജി. കൊല്ലത്ത് തടി കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. അപകടം കരവാളൂർ കർമ്മമുക്ക് റോഡിൽ. ആളപായമില്ല. കൊല്ലം ജില്ലയിൽ കുട്ടികൾക്കായി പരാതി പരിഹാര അദാലത്ത് നടത്തി. പരിപാടി സംഘടിപ്പിച്ചത് ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായ അഞ്ചാലമൂട് സ്റ്റേഷനിൽ. ആദ്യ പരാതി സ്വീകരിച്ച് അഡീഷണൽ SP ജോസി ചെറിയ. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവാവ് ഡോക്ടറെ ആക്രമിച്ചു. മദ്യലഹരിയിലായിരുന്ന മീന്തലക്കര സ്വദേശി അച്ചുവാണ് ഡോക്ടറെ ആക്രമിച്ചത്. തിരുവല്ല പോലീസ് കേസെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികൾ അസംഘടിത തൊഴിലാളികൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിനായുള്ള ഈ ശ്രമം രജിസ്ട്രേഷൻ ക്യാമ്പ് തുടങ്ങി. ക്യാമ്പ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൽ.
ആലപ്പുഴ താമരക്കുളം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു. അധികൃതർ നടപടിയെടുക്കണമെന്ന് കർഷകർ. കായംകുളത്ത് ഹോട്ടൽ കുത്തിത്തുറന്ന് മോഷണം. 2000-ഓളം രൂപ നഷ്ടപ്പെട്ടെന്ന് കടയുടമ. മോഷണം നടന്നത് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിൽ. ആലപ്പുഴ ഹരിപ്പാട് തെരുവ് നായയുടെ ആക്രമണത്തിൽ 11 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാത്തിക്കുളങ്ങര, കുളാത്ത്, തുലാംപറമ്പ് മേഖലകളിൽ തെരുവ് നായ ശല്യം രൂക്ഷം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പിതാവ് ചെറുനിലത്ത് ചാലിൽ അഗസ്റ്റിൻ തോമസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10-ന് ചക്കാമ്പുഴ ലോരത്ത് മാതാപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ ജീപ്പിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം പിടികൂടി. എക്സൈസ് പിടിച്ചെടുത്തത് തോട്ടം മേഖലയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന 228 ലിറ്റർ മദ്യം. പ്രതി ഓടി രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ മരിയാപുരം ചട്ടിക്കുഴിത്തോട്ടിൽ വെള്ളം ഗതിമാറി ഒഴുകി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തോടിന്റെ ഇരുകരകളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് തിരുവല്ലാപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തി. മോഷണം പാട്ടത്തിന് നൽകിയ സ്ഥലത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇടുക്കി പൊട്ടൻകാട് SBI ATM പ്രവർത്തനരഹിതമായിട്ട് 20 ദിവസമായെന്ന് പരാതി. കൗണ്ടറിന് മുന്നിൽ റീത്ത് വെച്ച് DYFI പ്രതിഷേധം. പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നും DYFI. എറണാകുളം കിഴക്കമ്പലത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റത് മോറക്കാല സ്വദേശി ജോമോൾക്ക്. യുവതി ചികിത്സയിൽ. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി നവീകരണം യാഥാർത്ഥ്യമാകുന്നു. ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. സ്ഥലം സന്ദർശിച്ച് KJ മാക്സി MLA. പിറവം പാഴൂരിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. തകർന്നത് തുമ്പേൽക്കടവ് തോടിന്റെ സംരക്ഷണ ഭിത്തി. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് 2018. തൃശൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയിലെ ചന്തക്കുന്ന് ജംഗ്ഷനിൽ റോഡിലെ കോൺക്രീറ്റ് തകർന്നു. സിമന്റ് കട്ട വിരിച്ച സ്ഥലത്തെ റോഡാണ് തകർന്നത്. റോഡ് പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ. തൃശൂർ ചേലക്കരയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വടക്കേക്കര സ്വദേശി സുമേഷാണ് മരിച്ചത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരുക്ക്. പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിൽ വാതിൽപ്പടി സേവന പദ്ധതിക്ക് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് മുഹമ്മദ് മുക്സീൻ MLA. പാലക്കാട് ജില്ലയിൽ പെണ്ണിടം നിയമ അവബോധ ക്ലാസ് നടത്തി. അവബോധ ക്ലാസ് സംഘടിപ്പിച്ചത് ലീഗൽ സർവീസ് അതോറിറ്റിയും പട്ടാമ്പി ബാർ അസോസിയേഷനും കുടുംബശ്രീയും സംയുക്തമായി. പാലക്കാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും വീഡിയോ പ്രദർശനവും സംഘടിപ്പിച്ചു. ആലത്തൂർ, നെന്മാറ, പുതുനഗരം പഞ്ചായത്തുകളിൽ ബോധവൽക്കരണവുമായി മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്. ക്യാൻസർ ബാധിതർക്ക് കേശദാനം നടത്തി മാതൃകയായി ആലത്തൂർ SN കോളേജിലെ NSS യൂണിറ്റ്. 50-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാലക്കാട് മുട്ടിക്കുളങ്ങര സഹകരണ ആശുപത്രിയിൽ ആധുനിക സംവിധാനത്തോടു കൂടിയ ലാബ് പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. CPIM പട്ടാമ്പി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പേരടിയൂരിൽ സമം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഫാസിസ്റ്റ് കാലത്തെ സ്ത്രീ എന്ന വിഷയത്തിൽ ചുങ്കത്തറ മാർത്തോമ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിനി പ്രസാദ് പ്രഭാഷണം നടത്തി. പുതുപ്പൊന്നാനി അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽത്തിട്ട നീക്കം ചെയ്യാൻ തീരുമാനം. ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കകം പ്രവർത്തനം തുടങ്ങും. മാധ്യമപ്രവർത്തകൻ രമേശ് പുതിയമഠം എഴുതിയ മമ്മൂട്ടി നാട്യങ്ങളില്ലാതെ നിറക്കൂട്ടില്ലാതെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂറിന് MD വാസുദേവൻ നായർ ആദ്യ കോപ്പി കൈമാറി. മാനന്തവാടി മേഖല ലൈബ്രറി സമിതിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ CK രത്നവല്ലി ഉദ്ഘാടനം ചെയ്തു. സുൽത്താൻ ബത്തേരിയിൽ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് വയനാട് ഇന്ത്യൻ ചെസ് അക്കാദമി. ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മജു TM ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മട്ടന്നൂരിൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷപ്പെടുത്തി. മുളങ്കണ്ടത്തിൽ മറിയുവിന്റെ ആടാണ് കിണറ്റിൽ വീണത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പ്രദേശവാസികൾ. കാസർഗോഡ് ചൂരലടിയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. 500-ലധികം കവുങ്ങുകളും വാഴയുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞയാഴ്ച വനവകുപ്പ് ഉദ്യോഗസ്ഥരും ദ്രുതകർമ്മ സേനയും ചേർന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തിരുന്നുവെങ്കിലും തിരികെ എത്തുകയായിരുന്നു. പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ തൈകൾ ഒരുക്കി കാസർഗോഡ് കറന്തക്കാട്ടെ വിത്തുൽപാദന കേന്ദ്രം. ശീതകാല പച്ചക്കറി കൃഷിക്കായി ഈ വർഷം 3 ലക്ഷം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യും.
കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മർച്ചന്റ് നേവി ജീവനക്കാരുടെ സംഗമം നടന്നു. കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ് രക്ഷാധികാരി വി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിലെ ലിറിക്കൽ വീഡിയോ സോങ് പുറത്ത്. സുലൈമാൻ കക്കോടൻ സംഗീതം നിർവഹിച്ച ഗാനം ദുൽഖർ തന്നെയാണ് ആലപിച്ചിരിക്കുന്നത്. ടെറി ബദയാണ് ഗാനരചന. ഇന്ദ്രൻസ് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഉടലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുർഗാകൃഷ്ണയാണ് നായിക. മമ്മൂട്ടി, ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം നൻപകൽ നേരത്ത് മയക്കം ചിത്രീകരണം ആരംഭിച്ചു. എസ് ഹരീഷാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ പുതിയ ബാനർ ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് നൻപകൽ നേരത്ത് മയക്കം. കോവിഡ് വാക്സിൻ നിർമ്മാണ കമ്പനിയായ ഫൈസറിന്റെ സിഇഒ ആൽബർട്ട് ബൗർലിയെ അറസ്റ്റ് ചെയ്തെന്ന് വ്യാജ പ്രചാരണം. സത്യാവസ്ഥയിലേക്ക്. നിരവധി തട്ടിപ്പു കേസുകൾ ചുമത്തി ഫൈസർ സിഇഒ ആൽബർട്ട് ബൗർലെയെ ന്യൂയോർക്കിലെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്നാണ് വ്യാജ പ്രചാരണം. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ബൗർലെയുടെ എല്ലാ സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടന്നെന്നും വ്യാജ സന്ദേശത്തിലുണ്ട്. കൺസർവേറ്റീവ് ബീവർ എന്ന വെബ്സൈറ്റ് വഴിയാണ് ആദ്യം ഈ വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ ഈ പ്രചാരണം പൂർണ്ണമായും തെറ്റാണ്. നവംബർ 5-നാണ് ഈ വാർത്ത വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. അതേ ദിവസം തന്നെയാണ് ആൽബർട്ട് ബൗർല മാധ്യമങ്ങളിൽ അഭിമുഖം നൽകിയതും. കോവിഡിനെ പ്രതിരോധിക്കാൻ ഫൈസർ വികസിപ്പിച്ചെടുത്ത പുതിയ ഗുളികയെക്കുറിച്ച് സംസാരിക്കാനാണ് ബൗർല എത്തിയത്. വിദേശ മാധ്യമങ്ങൾ ഈ അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് റിപ്പോർട്ടുകൾ. പരിസ്ഥിതി മലിനീകരണം രൂക്ഷമായ സംസ്ഥാനങ്ങളുടെ അടിയന്തര യോഗം കേന്ദ്ര സർക്കാർ വിളിക്കണമെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ്. കാർഷിക മാലിന്യം കത്തിക്കുന്നത് തടയാൻ കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യം. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവ നേടിയിട്ടുണ്ട്. ചെന്നൈയിൽ പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിക്കണമെന്ന് ആരാധകരോട് അഭ്യർത്ഥിച്ച് കമൽഹാസൻ. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. സിംഗപ്പൂരിൽ കുട്ടികൾക്കിടയിൽ അപൂർവ വൈറസ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. മൾട്ടി സിസ്റ്റം സിൻഡ്രോം സ്ഥിരീകരിക്കുന്നത് കോവിഡ് ബാധിതരായ കുട്ടികളിൽ.